ഹായ് എവരിവൺ, വേദഗണിത വേദിക് മാത്സിന്റെ 37-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ഓഫ് 9 ആണ്. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 9. ഇപ്പൊ ഒരു നമ്പർ 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് കട്ടോ മെത്തേഡ്. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 99, 189, 1242. സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുള്ള ചില എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഈ നമ്പേഴ്സ് 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് എടുത്തത്. പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് 9 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 3 കൊണ്ടൊരു ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചായിരുന്നു. 3യുടെ അതേ റൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ സം ഓഫ് ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ നമ്പറും ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഇവിടെ സം ഓഫ് ഡിജിറ്റ് നോക്കുക. സം ഓഫ് ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ എന്ത് പറയാം, നമുക്ക് ആ നമ്പറും 9 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന 99. അപ്പൊ 99 ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ സം ഓഫ് ദി ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മതി. അതായത് 9 + 9 കണ്ടുപിടിക്കും. 9 + 9 എന്ന് പറയുന്നത് 18 ആണ്. നമുക്കറിയാം 18 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണ്. അങ്ങനെ ആകുമ്പോൾ 99ഉം എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ 9 കൊണ്ട്, പക്ഷെ എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്ന് മാത്രം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പൊ സം ഓഫ് ദി ഡിജിറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സം ഓഫ് ദ ഡിജിറ്റോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ ആ ഹോൾ നമ്പർ എന്തായിരിക്കും, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. 189. ഇവിടെ സം ഓഫ് ദ ഡിജിറ്റ് 1 + 8 + 9. 1 + 8 9, 9 + 9 18 തന്നെ കിട്ടും. 18 നമുക്കറിയാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9. 9 × 2 ആണ് 8. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണ്. therefore 189 is also completely divisible by 9. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഡിജിറ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ ലാസ്റ്റ് ഒരു നമ്പർ എഴുതിയിരിക്കുന്നത് 1242 1242. അവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ സം ഓഫ് ഡിജിറ്റ് ആണ് നോക്കുന്നത്. 1 + 2 + 4 + 2. ഓക്കെ, 1 + 2 3, 3 + 4 7, 7 + 2 എന്ന് പറയുന്നത് 9 ആണ്. 9 എന്താണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണ്. therefore നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഹോൾ നമ്പറും അതായത് 1242 എന്താണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ വലിയ ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ ഒക്കെ ഡിജിറ്റ്സിന്റെ സമ്മ് നോക്കിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് നമ്പർ ഈസ് ഓൾസോ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 നമുക്ക് നോക്കാതെ കാൽക്കുലേഷൻ ചെയ്യാതെ, അധികം കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാലോ. ഈ ഒരു നമ്പർ എടുത്ത് നോക്കാം. വലിയൊരു ഡിജിറ്റ് നമ്പർ ആണല്ലേ. 1 2 3 4 5 6 7 8 ഡിജിറ്റ് നമ്പർ ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണോ ചെക്ക് ചെയ്യണം. മുഴുവനായിട്ട് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഡിജിറ്റിന്റെ സമ്മ് നോക്കുക. 0 + 2 + 3 + 4 + 4 + 2 + 3. അല്ലെ, പെട്ടെന്ന് എടുത്തൊരു നമ്പറാണ്. ഇപ്പൊ 1 + 0 1 തന്നെയാണ്. 2 3 കിട്ടുന്നു. 3 + 3 6, 6 + 4 10, 10 + 4 14, 14 + 2 16, 16 + 3 സോറി ഇവിടെ 2 എടുക്കാൻ നോക്കാം. 16 + 2 16 + 2 എന്ന് പറയുന്നത് 18 കിട്ടും. = 18. അപ്പൊ ഇത് 18 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ മുഴുവൻ നമ്പറും അതായത് ടോട്ടൽ നമ്പർ ഹോൾ നമ്പർ നമുക്ക് എന്ത് പറയാം, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആണ് എന്ന് പറയാം. ഇനി ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇവിടെ എന്ത് വന്നിരുന്നു, ആദ്യം എടുത്തിരിക്കുന്ന 3 ആണ് വന്നതെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 19 കിട്ടും. അല്ലെ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 19 കിട്ടും. 19 നമുക്കറിയാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 അല്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 9 ആണ്. അല്ലെ, അപ്പൊ സം ഓഫ് ദ ഡിജിറ്റ് ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ ആ നമ്പറും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, നോട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. ഇതാണ് 9ന്റെ ഡിവിസിബിലിറ്റി റൂൾ വരുന്നത്. ഓക്കെ, അപ്പോൾ സം ഓഫ് ദി ഡിജിറ്റ് നോക്കുക. ഡിവിസിബിൾ ബൈ 9 ആണെങ്കിൽ നമ്പറും ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ട്രിക്കുമായി വരുന്നത് വരെ ബൈ.